പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ നന്ദകുമാർ. ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ വാർത്ത പുറത്തു വരുന്നു. നമ്മൾ ഇന്നത്തെ പല മാധ്യമങ്ങളിലും പത്രങ്ങളിലും ആ വാർത്ത അച്ചടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ എത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആ വാർത്തയ്ക്കെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ ചാനലിലൊന്നും അത് വലിയൊരു ചർച്ചയായി കാണുന്നില്ല. അതുപോലെ തന്നെ ഒരിടത്തും തന്നെ അത് വലിയ വാർത്തയായിട്ട് വരുന്നില്ല. പക്ഷേ ആ പത്രത്തിൽ വന്നതുപോലും വളരെ അപ്രധാനമായ രീതിയിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. പക്ഷെ അത്രയ്ക്ക് അപ്രധാനമായ ഒരു സംഭവമല്ല അത്. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന വ്യക്തി അന്ന് അയാൾ മുഖ്യമന്ത്രിയാണോ അല്ലയോ എന്നതല്ല പ്രശ്നം. അന്ന് അയാൾ ഒരു പരമപ്രധാനമായ ഒരു പദവിയിലിരിക്കുകയായിരുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന പദവിയിലിരിക്കുകയായിരുന്നു. അതത്ര മോശമായ പദവിയുമല്ല. പക്ഷേ ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി കേരള ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ചില ഇടനിലക്കാരെ കണ്ടുവെന്നും അവരെ ഇതിന് നിയോഗിച്ചുവെന്നും ഇടനിലക്കാരനോട് കൃത്യമായി ജഡ്ജിയെ സ്വാധീനിക്കണമെന്നും തനിക്കെതിരെയുള്ള ലാവലിൻ കേസിൻ്റെ വിധി വരുമ്പോൾ തനിക്കെതിരായിട്ട് അതിൽ വിധി വരരുതെന്നും തന്നെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിധിയായിരിക്കണം വരേണ്ടതെന്നും അതിനുവേണ്ടി എന്ത് നടപടിയെടുക്കാനും ഏത് തരത്തിൽ ഏതറ്റം വരെ പോയും എന്ത് ചെയ്തും ആ ഹൈക്കോടതി ജഡ്ജിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സ്വാധീനിക്കാൻ തരത്തിൽ സ്വാധീനിക്കണം. അതിന് പണമാണോ മറ്റെന്താണോ കോടിക്കണക്കിന് രൂപയാണോ അതും തരാൻ തയ്യാറാണ്. അങ്ങനെ പണം തന്നായിരുന്നാലും വക്കീലിനെ ആരെ കണ്ടായിരുന്നാലും ജഡ്ജിയെ സ്വാധീനിക്കണം എന്ന് പറയുകയും അങ്ങനെ താൻ അത് അങ്ങനെ ഒരു വക്കീലിനെ പ്രമുഖനായ ഒരു വ്യക്തിയിലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഹൈക്കോടതിയിലെ പ്രാക്ടീസ് ചെയ്യുന്ന നല്ലൊരു പ്രമുഖനായ വക്കീലിനെ ഞാൻ കണ്ടുവെന്നും ആ വക്കീൽ വഴി ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഒക്കെ ഇപ്പോൾ വന്ന് പറഞ്ഞിരിക്കുന്നത് ദല്ലാൽ നന്ദകുമാറാണ്. ഇതൊരു നമ്മൾ ഈ പറയും പോലെ സ്വപ്നമല്ല. ആലോചിക്കുക, ഒരു വ്യക്തി ഈ നന്ദകുമാർ എന്നുള്ള വ്യക്തി CPMന് വേണ്ടി പല ദല്ലാൾ പണികളും ചെയ്ത വ്യക്തിയാണ്. അത് ഇപ്പോൾ പല വാർത്തകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, തെളിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള വ്യക്തിയാണ് പറയുന്നത് പിണറായി വിജയൻ എന്നെ അതിന് നിയോഗിച്ചു, സഹായം അഭ്യർത്ഥിച്ചു, ജഡ്ജിയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് എന്നെ നിയോഗിച്ചു. അത് 2016 നവകേരള യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോട്ടയത്ത് വന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് നേതാവിൻ്റെ ഫോണിൽ കൂടിയാണ് എന്നെ വിളിച്ചത്. സ്വന്തം ഫോണിൽ വിളിക്കാതെ, അല്ലെങ്കിൽ സ്വന്തക്കാരായ പാർട്ടിക്കാരുടെ ഫോണിൽ വിളിക്കാതെ ഒരു കേരള കോൺഗ്രസ് നേതാവിൻ്റെ ഫോണിൽ കൂടിയാണ് വിളിച്ചത്. ആ ഫോണിൽ കൂടി ആ നേതാവിൻ്റെ പേരുകൾ പറയുന്നുണ്ട്. തോമസ് കറിയാന്നോ മറ്റോ ആണ്. അതെ, നമ്മൾ സ്കറിയ തോമസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ കൂടെ വിളിച്ചുവെന്നും അങ്ങനെ വിളിച്ചിട്ട് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നോട് പറഞ്ഞുവെന്നും താൻ ആ തരത്തിൽ ഒരു പ്രമുഖനായ വക്കീലിനെ കണ്ടുവെന്നും വക്കീൽ വഴി ജഡ്ജിയെ സ്വാധീനിച്ചു എന്നും സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് ഇപ്പോൾ നന്ദകുമാർ പറയുന്നത്. എന്നുവെച്ചാൽ സ്വാധീനിച്ചു എന്ന് പറയുന്നില്ല. കാരണം സ്വാധീനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോട്ടലക്ഷ്യമാകാൻ സാധ്യതയുള്ളത് എന്നുള്ളത് അദ്ദേഹം ബുദ്ധിമാനായ ഒരു ദല്ലാളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത് സ്വാധീനിക്കാൻ ശ്രമിച്ചു, പക്ഷേ ശ്രമം നടന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നടന്നു എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ഈ ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് മറ്റുള്ളവരെ മാത്രം, അതിനകത്തിരുന്ന കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ മാത്രം കുറ്റക്കാരാക്കിക്കൊണ്ടും പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടും ഒരു വിധി വന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ. അന്ന് വിധി വരുമ്പോൾ പോലും അതിനെ പല തരത്തിൽ വ്യാഖ്യാനങ്ങൾ വന്നു, പല സംശയങ്ങളും വന്നതാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു, പിണറായി വിജയനെ മാത്രം അതിൽ നിന്ന് എന്തിനെ ഒഴിവാക്കി എന്നത് അന്ന് ചർച്ച വന്നതാണ്. ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിക്കാൻ പോലും ഇടനിലക്കാരനെ നിയമിച്ച ഒരു വ്യക്തിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണുമ്പോൾ ആ മുഖ്യമന്ത്രിയിൽ ഈ കേരളത്തിന് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? നമ്മൾ എങ്ങനെയാണ് ആ മുഖ്യമന്ത്രിയെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് വാഴിക്കാൻ കഴിയുക? കൃത്യമായിട്ടും അല്പമെങ്കിലും ഒരു ജനാധിപത്യ ബോധവും ഒക്കെ ഉണ്ടെങ്കിൽ,
അല്ലെങ്കിൽ ഒരു 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 എന്ത് പറയാം, അത്തരത്തിലുള്ള ഏതരത്തിലുള്ള ഒരു പിന്നെ മൊറാലിറ്റി ഏതുണ്ടെങ്കിലും തന്നെയും ഈ പിണറായി വിജയൻ ഈ നിമിഷം ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ രാജിവെച്ച് പോകേണ്ടതാണ് ചെയ്യേണ്ടത്. അത് ചെയ്തില്ല, പോട്ടെ, അദ്ദേഹം ചെയ്യണമാണ് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം, എൻ്റെയും ആവശ്യം. കാരണം താങ്കൾ ഒരു കാലത്ത് ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിക്കാൻ ഒരാളിൻ്റെ വ്യക്തിയുടെ ഫോണിൽ നിന്നും തന്നെ വിളിച്ചുവെന്നും താൻ അത് പ്രകാരം പല വ്യക്തികളെ കണ്ടുവെന്നും ചില വക്കീലിനെ കൊണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഒക്കെ പറയുമ്പോൾ ഒന്നുകിൽ അതിന് മറുപടിയായിട്ട് താങ്കൾ ഒരു പിന്നെ വാർത്താ സമ്മേളനം നടത്തിയോ അല്ലെങ്കിലോ ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പറയാനുള്ള ഒരു ആർജവവും ധൈര്യവും ഉണ്ടാകണം. ഇല്ലെങ്കിൽ, അത് പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു നിസ്സാര കേസല്ല, ഹൈക്കോടതി ജഡ്ജിയെ ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന വ്യക്തി ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിനെതിരെ കേസെടുക്കാൻ തയ്യാറാകണം. അങ്ങനെ പറഞ്ഞ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകണം. കാരണം നമ്മുടെ രാഷ്ട്രീയവും രാഷ്ട്രീയ മൊറാലിറ്റിയും നമ്മുടെ നിയമസംഹിതയിലെ നമ്മുടെ വിശ്വാസ്യത എല്ലാത്തിനും ചോദ്യം ചെയ്യുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ ദല്ലാൾ നന്ദകുമാർ നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നന്ദകുമാറിനെതിരായിട്ട് ഈ പിണറായി വിജയൻ പിന്നെ കേസ് കൊടുക്കണം. പിണറായി വിജയൻ അതിനുള്ള ധൈര്യമില്ലെങ്കിൽ പാർട്ടി അതിന് കേസെടുക്കണം. കാരണം പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പാർട്ടിക്കാണ് ഇതിൻ്റെ ദോഷം. ഈ പാർട്ടിക്ക് ചങ്കിലെ ചോരയാണെന്ന് പറഞ്ഞ് പാർട്ടിയെ നെഞ്ചോട് പിടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ ആയിരക്കണക്കിന് പേരുണ്ട്. അവരെ മുഴുവനും വഞ്ചിക്കുന്നതാണ് ഈ പ്രവൃത്തി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പാർട്ടി ഈ പിന്നെ ഒന്നുകിൽ പാർട്ടി പിണറായി വിജയനോട് വിശദീകരണം ചോദിക്കണം. അതിനുള്ള ധൈര്യം ഇപ്പോഴത്തെ പാർട്ടിക്കില്ല, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നന്ദകുമാറിനെതിരായിട്ട്, ഈ പിണറായി വിജയനെതിരായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച നന്ദകുമാറിനെതിരായിട്ട് കേസ് കൊടുക്കണം. ഈ സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തിനേക്കാളും ഒക്കെ എത്രയോ മടങ്ങ് വലുതാണ് ഇപ്പോൾ നന്ദകുമാർ പിണറായി വിജയനെതിരായിട്ട് നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ. ഇത് വളരെ ഗുരുതരമാണ്. ഇത് തീർച്ചയായിട്ടും പാർട്ടിയോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഒക്കെ ഈ നന്ദകുമാറിനെതിരായിട്ട് കേസ് കൊടുക്കുകയും നന്ദകുമാർ പറഞ്ഞത് കള്ളമാണ് തെളിയിക്കാനുള്ള ബാധ്യത ഈ പാർട്ടിക്കും പിണറായി വിജയനുമുണ്ട്. ഇല്ലെങ്കിൽ കേരള ജനത വിശ്വസിക്കുന്നത് ഈ നന്ദകുമാർ പറഞ്ഞത് ഈ ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, തനിക്കെതിരെ വിധി വരരുത് എന്ന് പറഞ്ഞ് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് സത്യമാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അത് സത്യമാണ് തന്നെയാണ് ഇപ്പോഴും നമുക്ക് തോന്നുന്നത്. കാരണം ഈ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വക്കീലിനെ, വളരെ പ്രശസ്തനായ ഒരു വക്കീലിനെ പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് ഉയർന്ന പദവി കൊടുത്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതും ഈ നന്ദകുമാർ വിളിച്ചു പറയാണ്, ഉയർന്ന പദവി കൊടുത്തു, അതെനിക്കറിയാം എന്ന് വിളിച്ചു പറയുമ്പോൾ നിസ്സാരമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് കേരളത്തിലെ ജനങ്ങൾ നിശ്ചയിക്കട്ടെ, തീരുമാനിക്കട്ടെ.